ആട് കൊല്ലമല്ലേ? ഞാൻ കൊല്ലമാണ്. കുക്കിംഗ് ഇല്ലേ? റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഹോട്ട്സ്റ്റാറിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്നത്. ഭയങ്കര സക്സസ്ഫുൾ ആയിപ്പോയ വെബ് സീരീസാണ്. അതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ ജൂൺ 20 റിലീസാവാനിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ടർ അഹമ്മദ് കബീർ ആൻഡ് മെയിൻ ആക്ട്രസ് നൂറിൻ ഷെരീഫ് നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്കിന്ന് ഇവരുടെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ ലീഡ് ആക്ടറായ അർജുൻ രാധാകൃഷ്ണനെയൊക്കെ ഒന്ന് കണ്ട് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ് ഇപ്പോൾ. എന്തായി അഹമ്മദ്, എന്തുണ്ട് പരിപാടി? ഇപ്പം ഫൈനൽ ഔട്ടെല്ലാം കൊടുത്ത് റിലീസിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമാധാനമായിട്ടിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു, കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ജൂൺ 20 റിലീസാണ്. അപ്പം ട്രെയിലേഴ്സ് 2 ഇപ്പോൾ ഇറങ്ങി. അപ്പം എൻ്റെ റിയാക്ഷൻസ് എല്ലാം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. അപ്പം എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും? എങ്ങനെയാണ്? ഫാഹിം ത്രൂ ആണോ? എങ്ങനെയാണ്? ഞാൻ പണ്ടേ ഫാഹിം ത്രൂ തന്നെയാണ്. മധുരം അഹമ്മദ്ക്കാട് ജൂൺ ശേഷം എഴുതിയത് ഫാഹിം ആഷിഖാണ്. അപ്പൊ അന്നോട്ട് ഇങ്ങനെ ഫാമിലിയിലെ ഭാഗമാണ്. എല്ലാ പരിപാടികളിലും ബിഹൈൻഡ് കേസി ഫണ്ണിന്റെ സമയത്തും ബാക്കിലുണ്ട്. എന്റെ ഹാപ്പിനെസ്സും ഇതിന്റെ പരിപാടികളും എല്ലാം അറിയാറുണ്ട്. സോ അങ്ങനെ ആക്സിഡന്റിലൊക്കെ വീണ്ടും എന്നെ കണ്ടപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൂടുതൽ ഇവള് ചെയ്ത മൂവീസ് പിന്നെ ഇവളുടെ കേളി ഹെയർ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേ അപ്പൊ ഞാനൊരു ദിവസം ഇവരുടെ ഫൈമുമായിട്ട് ഡിസ്കഷന് വേണ്ടി ഇവരുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. അപ്പൊ ഇവള് വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നോർമൽ ആളെ പോലെ തോന്നുന്നു, ബിഹേവ് ചെയ്യുന്നു. ഞാൻ അബ്നോർമലാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവളെ എന്തോ കുടിക്കാൻ കൊണ്ടുവന്നു. എനിക്കൊന്നും പച്ചവെള്ളം ചായ ഒന്നും തന്നില്ല. അപ്പൊ വന്ന് കണ്ടു. അങ്ങനെ പിന്നെ ഒരു തവണ ഇവളും ഫായും കൂടെ നാട്ടില് കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിപ്പം ഉമ്മയായിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ ജസ്റ്റ് മനസ്സിൽ നോട്ട് ചെയ്തു. അപ്പൊ എനിക്കിങ്ങനെ എല്ലാരും സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് മാറ്റുന്നതിൽ ഇച്ചിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ നിന്നു. അപ്പൊ പെട്ടെന്ന് ഈ കാസ്റ്റിംഗ് ഇങ്ങനെ വന്നപ്പം ഞാൻ ക്രൂവിനോട് പറഞ്ഞടാ, ഇങ്ങനെ ഞാൻ നൂറിനെ ഇങ്ങനെ 1-2 സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അത് മാത്രമല്ല നമ്മൾ ഓഡീഷൻ തന്നെ വെച്ചു. ഓഡീഷന് വന്നു. അപ്പം ഓഡീഷന് വന്ന ആൾക്കാരിൽ ഏറ്റവും ബെറ്റർ ആയിട്ടും ചെയ്തത് ഇവള് തന്നെയാണ്. അങ്ങനെ എടുത്ത് ഓക്കെ അല്ലേ? എങ്ങനെയായിരുന്നു അപ്പൊ നൂറിന് അഹമ്മദിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? എനിക്ക് ഈ പറഞ്ഞ അറിയാലോ. അപ്പൊ ഞാനൊരു സംഭവം ചെയ്ത് വർക്ക് അല്ലെങ്കിൽ എടിയത് വർക്കായില്ല എന്ന് പറയാൻ അത്രയും ഫ്രീഡം ഉള്ള ഒരാളാണ് അഹമ്മദ്. അപ്പൊ ഞാനിതിന്റെ ഓഡിഷന് പോകുമ്പോഴും നടക്കുമെന്ന് അറിയില്ല, എന്നാലും പോയി വിളിച്ചാണ്. ആ രീതിയിൽ ഞാൻ പോയി. പിന്നെ ലാസ്റ്റ് 2-3 റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഓൾറെഡി ഈ അഹമ്മദ്ക്കാട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം അഹമ്മദ്ക്ക് ഫസ്റ്റ് ജൂൺ തൊട്ടാണെങ്കിലും അഹമ്മദ്ക്കാട് ഇപ്പം ക്യാമറമാൻ സ്റ്റാൻസ് അല്ലെങ്കിൽ ഹിഷാംക, അങ്ങനെ മഹേഷ് ഏട്ടൻ നമ്മുടെ ഇതിന്റെ എഡിറ്ററാണ് KCF2 ഒക്കെ. അപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഫായം എപ്പോഴും പറഞ്ഞ് എനിക്കറിയാം. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ഹൈ ബൈക്ക് അപ്പുറത്തേക്ക് എങ്ങനെയാണ് വർക്ക് കൾച്ചർ എനിക്ക് അറിയില്ല. അപ്പൊ എനിക്കത് ചെയ്യണം എന്നും അതിന്റെ ഭാഗമാവണം എന്നൊക്കെ ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ജോയിൻ ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ ആദ്യത്തെ കൊച്ചി മെമ്മറി എങ്ങനെയാണ്? സിനിമയില് ഇപ്പം കയറി പറ്റാനോ അല്ലെങ്കിൽ ചാൻസ് ചോദിക്കാനോ എങ്ങനെയാണ് കൊച്ചിയിൽ എത്തുന്നതും കൊച്ചിയിലേക്ക് ഇന്നാവുന്നതും എങ്ങനെയാണ്? ഞാൻ ആദ്യം മറ്റേ എൻ്റെ മണിപ്പാലിലായിരുന്നു MBA ചെയ്തത്. അത് കഴിഞ്ഞ് മനോരമയിൽ ജോലി കയറിയായിരുന്നു, മഴവിൽ മനോരമയിൽ. അപ്പൊ അരൂരായിരുന്നു ഓഫീസ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ 9 മാസമേ വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ അവിടെ ഇരുന്ന ജൂൺ എഴുതിയത്. അപ്പൊ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോറേറ്റർ ഉണ്ട്, ലിബിൻ എന്ന് പറഞ്ഞാൽ. അവൻ കാക്കനാടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ ശനിയും ഞായറും അത്രയും നാൾ ഞാൻ കുറച്ച് എഴുതും, അവൻ എഴുതും. അപ്പം അങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിലെ ആദ്യത്തെ ഇത് വരുന്നതും. എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയപ്പം ജോലി റിസൈൻ ചെയ്തു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പൊ പടം ഓണാവെന്നും പറഞ്ഞ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഒരു 2 വർഷം ജൈത്രയാത്തായിരുന്നു, കുറെ പ്രൊഡക്ഷൻ പറഞ്ഞു നടന്നു. അങ്ങനെയാണ് കൊച്ചി ഫസ്റ്റ് ഓർമ്മകളെല്ലാം. നൂറിനോ എങ്ങനെയാണ് നൂറിന്റെ കൊച്ചിൻ സ്റ്റോറി? ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്ക് ഈ പണ്ട് ഇവിടുത്തെ എല്ലാ ഷോസും ചാനൽ, ഇപ്പം പറയുന്ന മനോരമ ഉൾപ്പെടെ എല്ലാ ചാനലുകളുടെയും ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് നമ്മളെപ്പോഴും കൊച്ചിയിലാണ് അവരുടെ ഷൂട്ടും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റ് ഓർമ്മ എപ്പോഴും അതാണ്. ഇവിടെ വരിക, ട്രാവലറിൽ നമ്മളൊരു 10-20 പേര് വരിക. ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത് ആദ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം എനിക്ക് തീരെ അറിയില്ല, ഈ സ്ഥലത്തെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇപ്പൊ എന്റെ നാട്ടിലേക്കാളും ഞാൻ കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെയാണ്.
വല്ലപ്പോഴും അങ്ങോട്ടേക്ക് പോയാൽ കാരണം എന്റെ നാട്ടിലേക്കാൾ എനിക്ക് ഇവിടുത്തെ വഴികൾ അറിയാം, ഇവിടുത്തെ കടകൾ അറിയാം. നാട് കൊല്ലമല്ലേ? ഞാൻ കൊല്ലമാണ്. ഞാനും കൊല്ലമാണ്. കൊല്ലത്ത് എവിടെ? കൊല്ലങ്കാരുടെ സ്വഭാവം അതാണ് ഞാൻ ഇടയ്ക്ക് പറയും. ഞാനിത് കളിയാക്കി ആക്ച്വലി ഇപ്പൊ മറ്റേ പപ്പടത്തിന്റെ പേര് അടി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ കോട്ടയത്ത് ഈ പ്രശ്നം ഈ റീൽ എനിക്ക് കൊല്ലക്കാർ അയച്ചു തരാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ നിർത്തി. അഹമ്മദിനെ കണ്ടാലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെ സൗമ്യൻ, ഒരു കുഞ്ഞു വിനീത് ശ്രീനിവാസൻ എന്ന് പറയാൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ 2 സിനിമകളും ഭയങ്കര ഒരു ഫീൽ ഗുഡ് റൊമാൻസ് ഒക്കെ ഉള്ള സിനിമകളാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടഫ് സ്പേസിലേക്ക്, ഒരു പോലീസിങ് സ്പേസിലേക്ക് എങ്ങനെ എൻട്രി ചെയ്ത് അവനെ കണ്ടാലും ഒക്കെ ഒരു പാവത്താൻ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് തെറിവിളിയും ഒക്കെ ഉള്ള ഒരു സാധനത്തിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? മെയിനായിട്ട് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഫീൽ ഗുഡ് മൂവീസ് ചെയ്തെങ്കിലും ഞാൻ കൂടുതൽ കാണുന്നത് ത്രില്ലേഴ്സ് ആയിരുന്നു. ഇപ്പൊ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു ത്രില്ലേഴ്സ് ചെയ്യാനും. ഓക്കെ, പക്ഷെ വന്നപ്പം ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ, കാരണം ഞാൻ അങ്ങനെ അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ആദ്യം ഒരു സിമ്പിൾ പടമായിട്ട് വരാമെന്ന് തന്നെ ആലോചിച്ചാണ് ജൂൺ ഒരു ഫീമെയിൽ ഓറിയന്റഡ് കുറെ ഫ്രഷേഴ്സ് ഉള്ള ഒരു പടം, കാരണം ബാക്കി കോണ്ടാക്ട്സ് ഒന്നും എനിക്കില്ല. അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ ജൂൺ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത പടവും ആ ജോണറിലായിരുന്നു, പക്ഷെ കോവിഡ് വരുന്നു, പ്ലാനുകളൊക്കെ മാറുന്നു, അങ്ങനെയാണ് മധുരത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ജോണർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വന്നു. ആ സമയത്ത് കറക്റ്റ് ഹോട്ട്സ്റ്റാറിൽ നീ പറഞ്ഞ ഒരു ഓഫർ വരുന്നു. അത് മലയാളത്തിൽ ആദ്യത്തെ വെബ് സീരീസ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ അതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി. അപ്പൊ ഞാൻ വേറൊരു പോലീസ് സ്റ്റോറി ചെയ്യാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയപ്പോൾ ഞാനും ആഷിഖ് എന്ന് പറഞ്ഞ റൈറ്ററും കൂടെ പോയപ്പോൾ അവരവിടെ ഒരു ഇൻസിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അതായിരുന്നു 1ന്റെ ത്രെഡ്. അത് അന്വേഷിച്ച ഓഫീസറാണ് സംസാരിച്ചത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് കൊള്ളാലോ, പക്ഷെ ഇത് മൂവി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചിലപ്പോൾ വർക്കാകത്തില്ല എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒറിജിനൽസ് പോലെ എന്തെങ്കിലും നോക്കാമെന്ന് എന്നത് മനസ്സിൽ വെച്ചു. പക്ഷെ അതിന് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പൊ അവിടെ പോയപ്പോ ഓക്കെ ശരിയാണ്. പിന്നെ എല്ലാരും ഈ നന്മമരം എന്ന് വിളിക്കുന്നു. പിന്നെ നമുക്കൊന്ന് ജോണർ, എല്ലാ ജോണറും ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഇതില് ഇപ്പൊ നമ്മുടെ സിക്കന്ദർ സിംഗും രമണൻ ചേട്ടനും മാനേജറും എല്ലാവരും ഉണ്ട്, പഞ്ചാബി ഹൗസ് ടീം മുഴുവൻ ഉണ്ട്. പക്ഷെ അവരെ ഇതുവരെ കാണാത്ത, ലാൽ സാറ് നേരത്തെ ഫസ്റ്റ് സീസണിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ദ്രൻ ചേട്ടനെയും അശോകൻ ചേട്ടനെയും ഇതുവരെ കാണാത്തൊരു രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വേറെ തന്നെ ഫീലാണ് അവരെ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ കിട്ടുന്നത്. എങ്ങനെയാണ് അവരുടെ കാസ്റ്റിംഗ് ഒക്കെ എത്തിയത്? നമ്മള് സ്ക്രിപ്റ്റ് ഇതിനകത്ത് കൂടുതലും കഥ നടക്കുന്ന ട്രിവാൻഡ്രം ബേസ് ചെയ്ത, അപ്പൊ അവിടുത്തെ ഒരു സ്റ്റേഷന്റെ ഇതൊക്കെ, അപ്പൊ ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുള്ള ആളെ തപ്പുകയെന്നായിരുന്നു മെയിൻ. അപ്പൊ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ നമ്മൾ ഈ സീനിയർ ഓപ്ഷൻസ് എടുത്തപ്പോൾ ഇന്ദ്രൻ ചേട്ടന്റെ ഇത് വരുന്നു. പിന്നെ മറ്റേത് അയ്യപ്പന്റെ ക്യാരക്ടർ, അത് നമുക്കിപ്പോൾ അതായത് 80s-ലും 70s-ലും ഒക്കെ ഒരു എക്സ് കള്ളന്റെ ഇത്, അപ്പം ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വേണം, ഒരു ഫ്രഷ് അല്ലെങ്കിൽ ആരും ചെയ്യാത്തൊരു സാധനം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം അർജുൻ അശോകനെ കാണാൻ വേണ്ടി ഒരു വീട്ടിൽ നോർമലി ചുമ്മാ പോയതാ. അപ്പം അശോകൻ ചേട്ടനാ വാതിൽ പറഞ്ഞത്. അപ്പം വാതിൽ വന്നിട്ട് എന്നോട് ഞാൻ ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു, ചിരിച്ചു പോയി. എന്നിട്ട് ഞാൻ അർജുനോട് മിണ്ടി തിരിച്ചു പോകുന്നേരം ഞാൻ അശോകൻ ചേട്ടനോട് ബൈ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ പുള്ളിയുടെ താടിയൊക്കെ ഇങ്ങ് എടുത്ത് മുടിയൊക്കെ മാറ്റിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ബാഹുലിനെ ആദ്യം വിളിച്ചത്. ഞാൻ പറഞ്ഞാ ഞാൻ ഈ പുള്ളീനെ ഇങ്ങനെ കണ്ടു, എനിക്കൊരു ചിരി ഇങ്ങനെ തന്നു, അതിനകത്ത് എന്തോ ഒരു സാധനമുണ്ട്, പക്ഷെ നമുക്ക് താടി എടുക്കണം ഒരു കുറ്റിയിലും വെച്ച്. അങ്ങനെ പോലീസിലായാലും താടി എടുക്കൂല. അപ്പൊ നമ്മള് അത് മസ്റ്റായിട്ട് പറഞ്ഞു. എന്റെ മനസ്സിൽ ആക്ച്വലി ഫുൾ മീശയും ക്ലീൻ ഷേവ് ആയിരുന്നു, പക്ഷെ കുറ്റി വെച്ചു. പക്ഷെ അതായിരുന്നു ആക്ച്വലി നല്ലത്. അതെ അതെ. അപ്പം അത് ആക്ച്വലി ട്രെയിലർ ഇറങ്ങിയപ്പോൾ അശോകൻ ചേട്ടന് തന്നെ കുറെ കോള് വരുന്നുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചല്ലോ എന്നുള്ള സാധനമൊക്കെ പറഞ്ഞ് കുറെ പേര് വിളിക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ 2 പേരിലേക്ക് മെയിൻ ആയിട്ട് എത്തുന്നത്. നൂറിന്റെ ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാനിതിൽ അർജുൻ നോബിൾ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് മെയിൻ. അപ്പം നോബിളിന്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റെഫി എന്നാണ് പേര്. ഒരു സാധാരണ ഇപ്പോഴത്തേക്കുള്ള ഇങ്ങനത്തെ ഒരു ചടിച്ചടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ ചെറിയ ചെറിയ പരിഭവമൊക്കെ ഉള്ളൊരു കുട്ടി, ഒരു കല്യാണം കഴിഞ്ഞ പോലീസുകാരന്റെ ഭാര്യ. കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്, എന്നാൽ ചെറിയ ചെറിയ പരിഭവമൊക്കെ ഉള്ള. എന്നെ പോലെ കുറച്ചൊക്കെ എവിടേക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വെബ് സീരീസിന്റെ ഇപ്പം മലയാളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് സീസൺ ആദ്യമായിട്ടാണ് വരുന്നത്. ഹോട്ട്സ്റ്റാറിൽ കുറച്ചധികം വെബ് സീരീസ് വന്നു, ഇപ്പം അതിന്റെ ഒരു സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു ഇത് എഴുതുമ്പോഴും ഇത് മേക്ക് ചെയ്യുമ്പോഴും? അതിന് മുകളിൽ ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു ഒബ്വിയസ്ലി എല്ലാവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ.
ഞാൻ ആലോചിച്ചതെന്നു വെച്ചാൽ ഫസ്റ്റ് സീസൺ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നു. പക്ഷെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ആസ് എ മേക്കേഴ്സ് നമുക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ഭയങ്കര ചെറുതായിരുന്നു. 4 എപ്പിസോഡിനുള്ള ഉള്ളായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീസൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ 2 കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് സീസൺ ഈ ഷിജു എവിടെയാന്നുള്ള സിംഗിൾ പ്ലോട്ട് ആയതുകൊണ്ട് ഇതിൽ മൾട്ടി ലെയേർഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസുകാരുടെ വിഷമങ്ങളും ഫുഡിന്റെ ഇതൊന്നും ഇത് വേണ്ടെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു. കാരണം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവൻ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും ഇത്തവണ പിടിച്ചിട്ടില്ല. ഉണ്ട്, ഫാമിലി ഉണ്ട്, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. പ്യുവർലി കേസ് റിലേറ്റഡ് തന്നെ, കാരണം സീരിയസ് കേസ് നടക്കുന്നു, കോൺവെർസേഷൻസ് ഉണ്ട്. അപ്പം അതാണ് എനിക്ക് അങ്ങനത്തെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പം കൂടുതലും അതിലാണ് ഫോക്കസ് ചെയ്ത്. അപ്പം പ്രഷർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ സാധനം ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക ചെയ്തത്. ബാക്കി നോക്കാം. വേറെ എന്താണ് നിങ്ങളുടെ കൊച്ചിയിലെ സ്ഥിരം ആക്ടിവിറ്റീസ്? ഫുഡ് ഓക്കെ, ഒരു മെയിൻ പരിപാടിയാണ്. അതല്ലാണ്ട് എന്തൊക്കെയാണ് സ്ഥിരം ചെയ്യാൻ പോകുന്നത്? കൊച്ചിയിൽ കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളും? ഇപ്പൊ ഫ്ലാറ്റിൽ നിന്ന് കണ്ടു, ഞാൻ പുറത്തിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, കാക്കനാട് താമസിക്കണേ കാക്കനാട് ഒരു വേൾഡ് ഉണ്ടാക്കലാണ് മറ്റേ മാസത്തില് എയർപോർട്ട് ആലുവ എന്നൊക്കെ പറയുന്നത് വേറെ ജില്ലയാണ്. എന്താ എനിക്കെന്ന് വെച്ചാൽ മെയിനായിട്ട് സിനിമ ഭയങ്കര അങ്ങനത്തെ കമ്പനീസ് കുറവാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണ് കൂട്ടുകാർ. മഹേഷേട്ടൻ്റെ സ്റ്റുഡിയോ പാലാരിവട്ടത്തുണ്ട്. മഹേഷേട്ടനും എൻ്റെ ക്യാമറമാനും താമസിക്കുന്നത് വെണ്ണല ഒരു ഫ്ലാറ്റിലാണ്. അപ്പം നമ്മൾ അവിടെ എത്തുന്നു, നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരിൽ അവിടെ എത്തുന്നു. ഇതാണ് നമ്മുടെ ഹബ്ബ്. അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുക, ചായ പിടിക്കാൻ പോവുക, സിനിമയുണ്ട് സിനിമയ്ക്ക് പോവുക. ഞാൻ മിക്കവാറും ഫോറം മോളിൽ പോകുമ്പോ അവിടെ സിനിമയ്ക്കാണ് നമ്മള് അങ്ങനെ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ട് സിനിമ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, ഇതേ ഉള്ളൂ. പിന്നെ ഇത് തിരിച്ചു വന്ന് ഞാൻ ഫ്ലാറ്റിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ് ബോറടി എന്ന് തോന്നി ആ സമയത്ത് കോട്ടയത്ത് കയറി പോകും, വീട്ടിൽ പോവുക. ഇതാണ് ഈ സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫുഡാണ് മെയിൻ. കാരണം എനിക്ക് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇതുപോലത്തെ പ്രൊമോഷൻസ് വരും, നീ ഞെട്ടിക്കണം. ഓൾറെഡി ഇവളുടെ ചുരുണ്ട മുടിയൊക്കെ മാറ്റി നമ്മൾ സ്ട്രൈറ്റൻ ചെയ്താൽ മതി കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് മാറണോ? പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കുമ്പോ ഇവൾ എവിടെ പോയാലും തീറ്റി. ആക്ച്വലി ഞാൻ ഇക്കായി കുറച്ച് ഹൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറെ ഫുഡ് ബ്ലോഗർ ഫുഡി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെപ്പോഴും ഇങ്ങനെ ഓരോരോ സ്പോട്ട് വരും. അപ്പം ഞാന് ഇപ്പൊ ജിമ്മിലൊക്കെ പോകാൻ എനിക്ക് ഓക്കെ, പക്ഷെ എനിക്ക് ഡയറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് മധുരം ഇതൊന്നും ഇല്ലാണ്ട് പറ്റൂല. ആകെ ഒരു ജീവിതമേ ഉള്ളൂ, മര്യാദയ്ക്ക് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസം കാണും ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു, അന്ന് രാത്രിയെങ്കിലും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഇറങ്ങും. അതെന്തോ ഒരു പറ്റില്ല എന്നെ കൂടെ. ഞാൻ ലാസ്റ്റ് മിനിറ്റ് പറയാം പോട്ടെ, എന്തിനാ ഇതൊക്കെ മനുഷ്യ കഴിക്കാന്ന് വിചാരിച്ച് കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക ഫുഡ് സ്ഥലങ്ങളിൽ പോകാന്നുള്ളതാണ് മെയിൻ. എനിക്ക് ഫുഡ് കഴിക്കാൻ മാത്രം കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ദിവസം ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിച്ച് ഊട്ടുപുരയിൽ പോയി എൻ്റെ വൈഫ് കാപ്പി കുടിച്ചു. ഞാൻ മറ്റേ കട്ടൻ ചായയിൽ പഞ്ചസാര ഇടാണ്ട് കുടിച്ച് കഷ്ടപ്പെട്ട്, എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി. അമ്മ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിലൊരു ബട്ടർ ബൺ അങ്ങനെ തിന്നു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ചായ വരെ മധുരം ഇല്ലാണ്ട് കുടിച്ചതാണ്. അത് ഭയങ്കര പാടാണ്. ഞാനും ആലോചിക്കും എല്ലാ ദിവസവും ഈ ബീഫ് കഴിക്കരുത് ഭയങ്കര. പക്ഷെ എവിടെ രാവിലെ എഴുന്നേക്കുമ്പോ ഇതാക്കോ ഓർമ്മ തീർന്നു. അല്ലെങ്കിൽ സ്വിഗ്ഗി പ്രശ്നമാണ്, അതൊന്ന് കണ്ടാൽ തരുന്ന ഓപ്ഷൻസ് രക്ഷയില്ല. അതെ. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മള് അർജുന്റെ അവിടെ പോകുമ്പോ ഒരു കുറച്ച് ഫുഡ് വാങ്ങിയിട്ട് അവിടെ പോയി കഴിക്കാം, അങ്ങനല്ലേ? അങ്ങനെ അർജുന് ഒന്ന് വിളിച്ചു നോക്കണം എന്താ വേണ്ടത്. വിളിക്കാം. പൂനെയിൽ എന്തെങ്കിലും ഡിഷ് വരുമോ പറയുമെന്നൊക്കെ. പോഹാ അർജുൻ സ്പീക്കറിലാണേ, നീ ഹിന്ദി പറയാതിരിക്കാൻ വേണ്ടിയാ. ഞങ്ങൾ 3 പേര് അങ്ങ് വന്നോണ്ടിരിക്കുക. അപ്പൊ വരുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു ഫുഡ് മേടിച്ചിട്ട് അങ്ങ് വരാമെന്ന്. അതല്ല, നമുക്ക് മേടിക്കാം, അത് ആ റിസ്ക് എടുക്കണ്ടെന്ന്. ആ റിസ്ക് എന്റെ വെബ് സീരീസിൽ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ അപ്പൊ ചിക്കൻ ബിരിയാണി. ഓക്കെ അർജുൻ, അപ്പൊ അവിടെ കാണാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി കണ്ടു, നമ്മുടെ എല്ലാരും ഇപ്പൊ ഒരു ഒരു പാർട്ടി പോകുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചോട്ടാമുമ്പയുടെ റിലീസ് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഭയങ്കര. ഞാൻ ആക്ച്വലി കുറെ പേരെ കാണുന്നുണ്ട്, പക്ഷെ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ ആൾക്കാർ ഓണത്തിന് ചുമ്മാ കാണിക്കുന്ന റീല് കട്ട് ചെയ്യുന്നതെന്നൊക്കെ വന്നു. പക്ഷെ ഞാനത് പോയി ഒരു രക്ഷയില്ല. ഞങ്ങളൊരു 6 പേരായിട്ടാണ് പോയത്.
ഓരോ മ്യൂസിക് വരുമ്പോൾ എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേക്കും. ഞാൻ കവിതയെ തന്നെ ബുക്ക് ചെയ്ത് 9-5 എല്ലാവരും. അതായത് എന്നാൽ അതൊരു അലമ്പുമല്ല, നമുക്കൊരു പ്രശ്നവും തോന്നിയില്ല, ഭയങ്കര അടിപൊളി വൈബും ഭയങ്കര സേഫ് സ്പേസ്. കാരണം അത്യാവശ്യം ഇഷ്ടംപോലെ പെൺകുട്ടികളും ആണുങ്ങളും എല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡയലോഗ് ഇവർ പറയുമ്പോഴേ തിയേറ്റർ മൊത്തം റിപ്പീറ്റ് ചെയ്യും. മറ്റേ രാജൻ പിതാവിന്റെ ടസ്കർ എന്ന് പറയുമ്പോൾ ഇവര് ടസ്കർ എന്ന് പറയും. പിന്നെ തല പാട്ട് വന്നപ്പോൾ അത് പാടുന്നു. അത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ കുറച്ച് പടങ്ങളൊക്കെ വന്ന പൊളിയായിരിക്കും. അതും കൂടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഏതൊക്കെയാണ് ഇനി റീ റിലീസ് ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമകൾ? എനിക്ക് രാജമാണിക്യം പറഞ്ഞുണ്ട്, കല്യാണരാമൻ പറഞ്ഞുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2020 പറഞ്ഞു. എല്ലാവർക്കും ആഘോഷിക്കാം. എല്ലാവർക്കും ആഘോഷിക്കാം. നൂറിൻ കണ്ടായിരുന്നോ? ഞാൻ രണ്ടു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ടു. കാരണം ഇത് ഇറങ്ങിയ ദിവസം ട്രിവാൻഡ്രത്തായിരുന്നു, നോമ്പാണ്, പെരുന്നാളിന്റെ സമയത്ത്. ആക്ച്വലി ആ സമയത്ത് വീട്ടിലായോണ്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ കള്ളം പറഞ്ഞിട്ട് പോയിട്ടാണ് വന്നത്. കഴിഞ്ഞല്ലോ അന്ന്. ആക്ച്വലി വീട്ടിലൊന്നും പറഞ്ഞില്ല, നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണെന്ന് പറഞ്ഞു പോയി. അനിയൻ വീട്ടിൽ വന്നപ്പോ പിടിച്ചു. നമ്മള് കിഡിലായിരുന്നു, കാരണം അത്രയും ആളുകൾ ഒരുമിച്ച് സൂപ്പർ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇക്ക പറഞ്ഞ കവിതയില് വേറൊരു വൈബാണെന്ന്. അപ്പൊ കവിതയിൽ ഒന്നുകൂടെ കാണാൻ പോയി. പിന്നെ ആക്ച്വലി അവിടെ വരുന്ന പാതി ആളുകളും ഈ പറഞ്ഞ കണക്ക് ആ പാട്ട് ഡാൻസ് കളിക്കാനും മറ്റേ സിനിമ റീ റിലീസിന് ഇങ്ങനെ ഒരു കോൺസെർട്ടിന് പോകുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ, അങ്ങനെ ആളുകൾ ഓണാണ്. ആദ്യമൊക്കെ ഞാൻ മറ്റേ സീറ്റിലിരുന്ന് വെറുതെ പ്രശ്നമല്ലേ ഇരുന്ന് പാടി ലാസ്റ്റ് വരെ വാസ്കോഡഗാമ എത്തിയപ്പോഴത്തേക്ക് മറ്റേ ഫ്രണ്ടിലായിട്ട് ഡാൻസ് കളിക്കാൻ. നമുക്ക് ഫുഡ് ബീറ്റ് ബോക്സ് അല്ലോ, ഹോട്ട് സ്പോട്ട് എന്നല്ലേ? ഹോട്ട് ബോക്സ്. ലോങ് ഫോമാറ്റ് പരിപാടി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ വെബ് സീരീസ് പിടിക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മളൊരു സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിപ്പം ഇപ്പോൾ ഒരു 25 to 30 മിനിറ്റ്സ് വീതമുള്ള 6 എപ്പിസോഡ് ആയതുകൊണ്ട് അങ്ങനത്തെ വ്യത്യാസമൊന്നും ആകെ ഈ ക്ലിഫ് ഹാങ്ങേഴ്സ് അടുത്ത എപ്പിസോഡ് കാണണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലും ഉള്ള സാധനത്തിൽ മാത്രമേ ഉള്ളൂ. അത് സ്ക്രിപ്റ്റിങ്ങിലും പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ഇതേ ഉള്ളൂ. ബാക്കി പ്രോസസ് എല്ലാം സെയിം മൂവി ആയിട്ടാണ് തോന്നിയേ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പം മറ്റേ ദഹാദും മറ്റേ അതുപോലെ 50 മിനിറ്റ് ഉള്ള ഒരു എപ്പിസോഡ് അത് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യുമോ നമുക്ക് അറിയത്തില്ല. കാരണം നമ്മൾ അത് കാണുമ്പോൾ അടിപൊളിയാണെന്നും ഇവിടെ വരുമ്പോൾ ലാഗ് ആണെന്നും പറയാനുള്ള ചാൻസ്. പിന്നെ പ്ലാറ്റ്ഫോം അത് സമ്മതിക്കുന്നുമില്ല. അവർക്കൊരു 1/2 മണിക്കൂർ മതി. എന്നാ ഞങ്ങള് ബിരിയാണിയൊക്കെ അർജുൻ കുക്ക് ചെയ്ത് കഴിച്ച. അർജുൻ പഠിച്ചതും വളർന്നതൊക്കെ പൂനെയിലായിരുന്നോ? പൂനെയില. ആദ്യത്തെ 4-5 വർഷം ഇവിടെയായിരുന്നു. ട്രിവാൻഡ്രം, കൊച്ചി, പിന്നെ ഇവിടുന്ന് അത് കോഴിക്കോട് ഒരു 4. പിന്നെ അച്ഛൻ ട്രാൻസ്ഫറായി അവിടെ പോയതാണ്. ഇപ്പോൾ അവിടെ FTIയിലും ഒക്കെ പോകാറുണ്ടോ? എങ്ങനെയായിരുന്നു അവിടുത്തെ ഗ്രൂപ്പുമായിട്ടുള്ളത്? ഞാൻ FTIയുടെ ക്യാൻറ്റീൻ പാസ് ഔട്ടാണ്. അവരുടെ കമ്പനി ആർട്ടിസ്റ്റ്. കുറേ സ്റ്റുഡൻറ്റ് ഫിലിംസിൽ ഞാനവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു. സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സ്. ഇപ്പോൾ പറഞ്ഞൂടെ, പക്ഷെ അന്ന് കുറച്ചുകൂടെ ഓപ്പൺ ഡോർ പോളിസി പുറത്തുനിന്നുള്ളവർക്കും ഞാൻ ക്ലാസ്സിലും പോയി അറ്റൻഡ് ചെയ്തു. അപ്പം അങ്ങനെയാണ് അഭിനയിച്ച് തെളിഞ്ഞതും അവിടുത്തെ ഡിപ്ലോമ ഫിലിംസും. നല്ലൊരു ആക്ച്വലി ഒരു നൈസ് ലേണിംഗ് ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ പോലീസ് സാധനം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചോദിക്കുക, പോലീസ് സിനിമകൾ അല്ലെങ്കിൽ സീരീസ് ഒക്കെ ഏതൊക്കെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ്സ്? മലയാളം വേണമെന്നില്ല, ഏത് വേണേ ആവാം. പോലീസിൽ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവി സോഡിയാക്ക്. ഒരു രക്ഷയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡേവിഡ് കോവിഡ് സമയത്ത് ആക്ച്വലി എല്ലാം കണ്ടത് പുള്ളിയുടെ തന്നെ എടുത്തിട്ട് കാണുമായിരുന്നു ഞാൻ. ട്രൂഡിക് അത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ പുള്ളിയുടെ ഫിലിംസ് എന്ന ഒരു ഓർഡറിൽ തന്നെ കാണാമെന്ന് വെച്ച് അങ്ങനെ കാണും. സോഡിയാക്ക് ഞാൻ കണ്ടപ്പോൾ എല്ലാവരും 7നെ കുറിച്ചാണല്ലോ കൂടുതലും പറയുന്നത്.
സോഡിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചപ്പം വില്ലനെ കിട്ടുന്നുമില്ല. ലാസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഓഫീസറിനെ പോലെ ഞാൻ റെസ്റ്റ്ലെസ് ആയി. ആ മൂവി എന്നെ അങ്ങനെ ആക്കുക, അത് ഒരു രക്ഷയില്ല. നമുക്കിവിടെ അങ്ങനെ ആലോചിക്കാനും പറ്റത്തില്ല, കാരണം പെട്ടെന്ന് കിട്ടാത്ത കിട്ടുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളി. എനിക്ക് ആ പ്രോസസ്സും കാര്യങ്ങളും ഭയങ്കര അടിപൊളിയായിരുന്നു. മൈൻഡ് ഹണ്ടർ ആയിരുന്നു ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ റീസെൻ്റ്ലി ബ്ലാക്ക് വാറന്റ് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സ്, അത് നല്ല ശോഭരാജ്. ആ ശോഭരാജിന്റെ റിവീലിംഗ് പൊളിയായിരുന്നു. അത് ഇയാളല്ലേ മോട്ടുവാനല്ലേ? അല്ല, മോട്ടുവാനി പ്രൊഡക്ഷൻ, മറ്റേ റോഹിൻ അല്ലേ ഡയറക്ടർ. വേറെ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ മലയാളത്തിലാണെങ്കിലോ പോലീസ് പടങ്ങൾ അല്ലേ? പണ്ടത്തെ ഉത്തരം, അത് ഭയങ്കര വർക്കാ. എല്ലാം ഹോണ്ടിങ് പരിപാടിയാണല്ലോ പഠിക്കുന്നത്. ഇത്തരം യവനിക വർക്കാണ്. കരിയിലക്കാറ്റ് പോലെ ഇഷ്ടമാണ്. തണുത്ത വെളുപ്പാങ്കാലത്ത് ഇതൊക്കെ ഭയങ്കര വർക്കാണ്. നീ അത് പറ. പറയാൻ വന്നല്ലോ. ഇൻസ്പെക്ടർ ഗരുഡ്. ഞാൻ പൊതുവെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് സംഭവങ്ങൾ കാണുന്ന ആളാണ്. സ്റ്റിൽ ഇപ്പോഴും എനിക്കൊരു വിഷമം വന്നാലും എന്തിനാ ഞാൻ കാർട്ടൂണൊക്കെ കാണും. അതുകൊണ്ട് പിഞ്ച് മനസ്സാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ചെറിയ ബുക്സ് വായിക്കാം, അങ്ങനത്തെ അതിനകത്ത് ഭയങ്കര ഇഷ്ടം. ഇപ്പം എന്തെങ്കിലും ഭയങ്കര ഡിറ്റക്റ്റീവ് ക്രൈം ഒക്കെ കണ്ടിരിക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ. പക്ഷേ ഈ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഷെർലോക്ക് ഹോംസ് നൈസ് ലൈറ്റ് ഹാർട്ടഡ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ഇപ്പം പെർഫോമൻസ് ആണോ ഇതിൽ? ഇപ്പോൾ പ്ലോട്ടാണല്ലോ ഇതിൽ മെയിൻ. ഇൻവെസ്റ്റിഗേഷൻ പതുക്കെ റിവീൽ ആയിട്ട് ഇപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സാധനമായിരിക്കണം എന്നില്ല. ഇപ്പം ഇപ്പോൾ CBI നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അഭിനയമല്ലല്ലോ, നമ്മുടെ പുള്ളിയുടെ ഓറയും പുള്ളി അത് കൊണ്ടുപോകുന്ന രീതിയാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണോ? ഇപ്പോൾ നമ്മൾ പ്ലോട്ട് ഹെവി ആയിട്ടുള്ളൊരു സാധനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആസ് ആക്ടേഴ്സ് എങ്ങനെയാണ്? ആക്ച്വലി ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ ബാഹുലിൻ്റെ സ്ക്രിപ്റ്റ് ഇസ് നമുക്ക് പുറത്തു പോകാനുള്ള ആവശ്യമില്ല. മീൻസ് ആ ലെയിനിൽ നിന്നാൽ പിന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. ഹീസ് റിട്ടൺ ഇറ്റ് ലൈക്ക് ദാറ്റ്, വെരി ഡീറ്റെയിൽഡ്. ആക്ച്വലി അഹമ്മദ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ലൈക്ക് ഹീ ഡോണ്ട് നോ ഹൗ ഹീസ് ഗോയിങ് ടു ഷൂട്ട്. അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ആസ് എ ഡയറക്ടർ ഞാൻ നോക്കിയത് ഇവൻ എഴുതിയതൊരു 60 to 70% സ്ക്രീനിൽ വരുത്തുക. പിന്നെ എനിക്ക് ഇവൻ ആർട്ടിസ്റ്റുമായിട്ട് ഇരുന്നോളും. ബാക്ക് സ്റ്റോറി കാര്യങ്ങൾ, സീനിന്റെ മൂഡ് എന്താ, ഇയാൾ ആരായിരിക്കും, അത് ഭയങ്കര ഈ ചെറിയ റോള് ചെയ്യുന്നവരുടെ അടുത്ത് വേണ്ടിയിരിക്കും. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും, എന്നാലും ഇവൻ ബാക്ക് സ്റ്റോറി ആയിട്ടൊക്കെ പോവാം. അപ്പം ഞാൻ എഡീസിനെ വിളിച്ചെങ്കിൽ വിളിപ്പിക്കും. അല്ല ഈ പറയണെങ്കിൽ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബാഹുല് വന്ന് അതിലൊരു പ്രോപ്പർ വേണമെങ്കിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷെ പുള്ളിക്കാരൻ ആ എഫേർട്ട് എടുത്ത് വന്ന് നിൽക്കും. ജസ്റ്റ് ആക്ഷൻ കട്ട് ഓക്കെ ആണോ അല്ല, ഇപ്പം ചെറിയ ഒറ്റ ഷോട്ടിന് വരുന്ന ആൾക്കാരുടെ അടുത്താണേലും അവൻ. കാരണം ഞാൻ ഈ വർക്ക് ചെയ്ത 4ാമത്തെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കൂടുതലും ഡയറക്ടർ സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയത് ഈ പടത്തിൽ. ഇതിലാണ് ബാക്കി എല്ലാത്തിലും ഞാൻ തന്നെ പോകണം. ഇതെന്ന് ബാഹുൽ ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര അത് ഭയങ്കര. ഇതിന്റെ മ്യൂസിക് നമ്മുടെ ഇഷാം ഇപ്പൊ തെലുങ്കിലൊക്കെ കത്തി ആളെ വിളിച്ചിട്ട് പാട്ടൊന്നും ചെയ്യിപ്പിക്കാണ്ട് ഒരു ത്രില്ലറിന്റെ മ്യൂസിക്. അല്ല, നമുക്കെന്ന് വെച്ചാൽ എൻ്റെ വെച്ചാൽ മറ്റേ അർജുൻ്റെ ഫിലിമും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി അതിനകത്ത് 10 പാട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ചൊരു 3-4 പാട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇത് വന്നേ. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ ആദ്യം ഓൾറെഡി വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു, തീർത്തായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പം ഇതിനകത്ത് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കണ്ടന്റ് കേസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീവർക്ക് ചെയ്തു, മൊത്തത്തിലൊന്ന് ടോൺ ഡൗൺ ചെയ്തു. കാരണം നമ്മുടെ കണ്ടന്റിനകത്ത് സ്ട്രോങ് സാധനമുണ്ട്. അപ്പം വെറുതെ മ്യൂസിക്കിലൂടെ ഇതാക്കണ്ട, സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള സാധനം നമ്മൾ മാക്സിമം ഇതിലേക്ക് ആക്കിയായിരുന്നു. ഭയങ്കര, അതായത് അവൻ ഭയങ്കര ഫാസ്റ്റുമാണ്, പിന്നെ നല്ല തിരക്കുണ്ട്. അപ്പം ആ ഗ്യാപ്പിൽ പിടിച്ച് ചെയ്തു. ജൂണില് ഇഫ്തിയായിരുന്നു. മധുരത്തിൽ 4 പാട്ട് ചെയ്തത് ഇഷാമാണ്. ഒരു പാട്ടും സ്കോറും ഗോവിന്ദാണ്. നീ ഇങ്ങനെ പൈസ കുടിച്ച് ചുമ്മാ കുടിച്ചോ? ചോദിച്ചത് ബിരിയാണിയുടെ ഇടയിൽ പായസം ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യും, ക്വാണ്ടിറ്റി കുറച്ച്. മമ്മൂക്ക അല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ച് വീണ്ടും കഴിക്കും. അസുഖമാടി, സ്വഭാവമല്ല, മാറ്റാൻ പറ്റുന്നില്ല, ഒരു അസുഖമാണ്. അർജുൻ എങ്ങനെ ജിമ്മും വർക്കൗട്ടും ഒക്കെ ഉണ്ടോ? ഇവിടെ ഞാൻ മുവായ് തായ് പോകും. ഈ ജിം അത്ര ഇഷ്ടമല്ല. മുവായ് തായ് എന്താ മറ്റേ മാർഷൽ ആർട്സ്?
ഇപ്പം പോകുന്നു, കണ്ടിന്യൂസ് പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു ആഴ്ചയായിട്ട് ബിക്കോസ് ഓഫ് പ്രൊമോഷൻസ് പോയില്ല. അവനടുത്തും പറഞ്ഞിട്ടുണ്ട് ജോയിൻ ചെയ്യും. ഞാൻ സ്വിമ്മിങ്ങിന് ചേർന്നിട്ടുണ്ട്. ആ, ഞാൻ മറ്റേ ഗോൾഡ് സ്ട്രീമിൽ പോയി 1 year മെമ്പർഷിപ്പ് എടുക്കും, 1 മാസം പോവും, മെമ്പർഷിപ്പ് വരും. കട്ടൻ ചായ വെക്കുന്നൂരി കരാട്ടെ മാറ്റി കട്ടന്നൂറി, കരാട്ടെ നൂറി മാറി കട്ടന്നൂറി. ഞാൻ പാൽച്ചായയിലാണ് എക്സ്പെർട്ട്. ഇതിൽ നിങ്ങൾക്ക് വൈറലാകാൻ പോകുന്ന ഏക കണ്ടന്റ് എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല. മധുരം ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കടുപ്പം. അപ്പോൾ എന്തായാലും ഇത്രയും അധികം നമ്മൾ സംസാരിച്ചു, കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലും പാർട്ടിങ് തോട്ട്സ് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇല്ല, ഒന്നുമില്ല, സെയിം തരം June 20 വരുവാണ്. അപ്പോൾ എല്ലാവരും കാണുക. 1 കണ്ടിട്ടില്ലാത്തവർക്കും ഇത് കാണാം അല്ലേ? കാരണം ഇത് രണ്ടും രണ്ടാണ്. അത് 2011 അഭിനയിച്ചെങ്കിൽ കാണാമല്ല. അത് 2011 2024 പിന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സ് എല്ലാം, അതുകൊണ്ട് 1 കണ്ടവർക്ക് ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ചിലപ്പോൾ അതല്ലാതെ കേസ് വെച്ച് നോക്കുമ്പോൾ കാണാത്തവർക്കും കാണാം, കുഴപ്പമൊന്നുമില്ല. കണ്ടു എൻജോയ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.